ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. മഹത്വം കൊണ്ടും ഗുരുത്വം കൊണ്ടും ശ്രേഷ്ഠമായ മഹാകാവ്യമാണ് മഹാഭാരതം. കൊച്ചു കൊച്ചു കഥകൾക്കിടയിലൂടെ നമുക്ക് മഹാഭാരത കഥകൾ കൂടി കേട്ടുപോകാം. നൈമിശാരണ്യത്തിൽ ഒരു മഹായാഗം നടക്കുന്ന കാലത്ത് ഒരു സൂതൻ അവിടെയുള്ള മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് നമ്മളിപ്പോൾ മഹാഭാരത കഥകളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇന്നിവിടെ കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ആരുണിയും ഉപമന്യുവും. ധൗമ്യൻ എന്നു പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 ഉത്തമ ശിഷ്യന്മാരായിരുന്നു ആരുണി, ഉപമന്യു, വേദൻ. ഒരിക്കൽ മഹർഷി ആരുണിയെ പാടത്തിൻ്റെ വരമ്പ് നോക്കുവാനായി അയച്ചു. ആരുണി ചെന്ന് നോക്കിയപ്പോൾ ഒരു പാടത്തിൻ്റെ വരമ്പ് മുറിഞ്ഞ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ പഴുതടയ്ക്കുവാൻ അവന് കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ ആ വരമ്പത്ത് സ്വന്തം ശരീരം കൊണ്ട് വെള്ളം തടുത്തുകൊണ്ട് ചെളിയിൽ പൂഴ്ന്നു വിടുന്നു. ഉടൻ വെള്ളത്തിൻ്റെ ഒഴുക്കും നിന്നു. ഏറെ കഴിഞ്ഞിട്ടും ആരുണിയെ കാണാഞ്ഞ് ഗുരുവും ശിഷ്യന്മാരും അവനെ അന്വേഷിച്ചിറങ്ങി. അവരെല്ലാവരും കൂടി വയലിൻ്റെ കരയിൽ ചെന്ന് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. ആരുണി, ഉണ്ണി, നീ എവിടെയെന്ന് ഗുരു വിളിച്ചു ചോദിച്ചു. ഗുരു, ഇതാ ഞാൻ എന്ന് ആരുണി എഴുന്നേറ്റ് കൈകൂപ്പി നിന്നു. അവൻ്റെ ആ ഭക്തി കണ്ട് ഗുരു വളരെ സന്തോഷവാനായി. നിനക്ക് ശ്രേയസ് വരും, എല്ലാ വിദ്യയും നിന്നിൽ പ്രകാശിക്കും, ഗുരു അവനെ അനുഗ്രഹിച്ചു. പിന്നീടൊരിക്കൽ മഹർഷി ഉപമന്യു എന്ന ശിഷ്യനെ പശുക്കളെ മേയ്ക്കുവാനായി വിട്ടു. പുലർച്ചയ്ക്ക് തന്നെ ഉപമന്യു പശുക്കളുമായി കാട്ടിലേക്ക് പോകും. വയർ നിറഞ്ഞ പശുക്കളുമായി സന്ധ്യയ്ക്ക് മടങ്ങിയെത്തും. ഒരിക്കൽ മഹർഷി ചോദിച്ചു, ഉണ്ണി, ഈയിടെ നീ നന്നായിരിക്കുന്നല്ലോ, എന്താണ് നിന്റെ ആഹാരം? ഞാൻ വീടുകളിൽ നിന്ന് ഭിക്ഷ വാങ്ങി കഴിക്കുന്നു, ഉപമന്യു പറഞ്ഞു. ഭിക്ഷ വാങ്ങിയാൽ അത് ഗുരുവിന് നൽകണം, നീ തനിച്ച് കഴിക്കാൻ പാടില്ല. അന്നു മുതൽ ഉപമന്യു ഭിക്ഷ കിട്ടുന്നത് ഗുരുവിന് നൽകുവാൻ തുടങ്ങി. ഒരു ദിവസം മഹർഷി ചോദിച്ചു, ഉണ്ണി, നീ ഭിക്ഷ ഏൽക്കുന്നുണ്ട്, അത് മുഴുവൻ എനിക്ക് തരികയും ചെയ്യുന്നു, എന്നിട്ടും നീ നന്നായിരിക്കുന്നു, അതെങ്ങനെ? ഉപമന്യു പറഞ്ഞു, ആദ്യം ലഭിക്കുന്ന ഭിക്ഷ മുഴുവൻ ഞാൻ ഗുരുവിന് തരുന്നു, പിന്നീട് കിട്ടുന്നത് ഞാൻ കഴിക്കുന്നു. അത് കേട്ട ഗുരു പറഞ്ഞു, അത് പാടില്ല, ഭിക്ഷ ഏൽക്കുന്ന മറ്റു തപസ്വികൾക്ക് നിന്റെ ഈ പ്രവൃത്തി തടസ്സമാകും. അവനത് സമ്മതിച്ചു. പിന്നൊരിക്കൽ ഗുരു ചോദിച്ചു, നീ ഭിക്ഷ കഴിക്കാതെ തന്നെ നന്നായിരിക്കുന്നുവല്ലോ, അതെങ്ങനെ? ഉപമന്യു പറഞ്ഞു, ഗുരു, ഞാൻ ഈ പൈക്കളുടെ പാൽ കറന്നു കുടിച്ച് വിശപ്പടക്കുന്നു. ഗുരു പറഞ്ഞു, അത് തെറ്റാണ്, ഞാൻ നിനക്ക് അതിനുള്ള അനുവാദം തന്നിട്ടില്ല. ശിഷ്യൻ സമ്മതിച്ചു. വീണ്ടും ഒരു നാൾ ഗുരു ചോദിച്ചു, നീ ഭിക്ഷ കഴിക്കുന്നില്ല, പാൽ കറന്നു കുടിക്കുന്നുമില്ല, എങ്കിലും നീ തടിച്ചിരിക്കുന്നുവല്ലോ, ഇതെങ്ങനെ? അപ്പോൾ ഉപമന്യു പറഞ്ഞു, ഗുരു, പാൽ കുടിക്കുന്ന പൈക്കുട്ടികളുടെ കടവായിലൂടെ ഒലിക്കുന്ന പത ഞാൻ എടുത്ത് കഴിക്കുന്നു. അത് പാടില്ല, ഗുരു വിലക്കി. ഈ പൈക്കുട്ടികൾ നിനക്ക് വേണ്ടി അധികം പാൽ പതയാക്കി ഒഴുക്കി തരുന്നുണ്ടാവും, അവയെ ദ്രോഹിക്കാൻ പാടില്ല. ഉപമന്യു വിശന്ന് നടക്കുവാൻ തുടങ്ങി. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൻ എരിക്കിലകൾ പറിച്ചു തിന്നു. ഇലകളുടെ വീര്യത്താൽ അവന് കണ്ണ് കാണാൻ വയ്യാതായി. തപ്പിത്തടഞ്ഞ് പരിഭ്രാന്തനായി നടന്ന അവൻ ഒരു പൊട്ടക്കിണറ്റിൽ വീണുപോയി. ഏറെ വൈകിയിട്ടും ഉപമന്യുവിനെ കാണാതെ ഗുരു അവനെ അന്വേഷിച്ചിറങ്ങി. മഹർഷി അവനെ കാട്ടിലെങ്ങും അന്വേഷിച്ചു നടന്നു. ഉപമന്യോ, ഉപമന്യോ, മഹർഷി വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ താഴെ എങ്ങോ നിന്ന് ഒരു ദീനസ്വരം കേൾക്കാറായി, ഞാനിവിടെയുണ്ട്. ഗുരു കിണറ്റിലേക്ക് എത്തി നോക്കി. ഗുരു ചോദിച്ചു, നീ എങ്ങനെ കിണറ്റിൽ വീണു? എരിക്കില തിന്ന് കണ്ണ് പൊട്ടിപ്പോയി, കണ്ണ് കാണാതെ ഞാൻ കിണറ്റിൽ വീണു. വിഷമിക്കണ്ട, ദേവലോകത്തെ വൈദ്യന്മാരായ അശ്വിനി ദേവകളെ സ്തുതിക്കൂ, ഗുരു ഉപദേശിച്ചു. ഉപമന്യു അശ്വിനി ദേവകളെ വാഴ്ത്തിപ്പാടി. ശുഭവാക്കുകൾ കേട്ട ദേവകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദേവകൾ കൈകൾ നീട്ടി, ഉപമന്യു, ഇതാ ഈ അപ്പം തിന്നുകൊള്ളൂ. ദേവകളെ, എൻ്റെ ഗുരുവിന് കൊടുക്കാതെ ഞാൻ ഈ അപ്പം തിന്നുകയില്ല, ഉപമന്യു പറഞ്ഞു. ദേവകൾ പറഞ്ഞു, നിന്റെ ഗുരുവിന് പണ്ട് ഞങ്ങൾ ഈ അപ്പം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവിന് കൊടുക്കാതെ അന്ന് അദ്ദേഹം അത് തിന്നുകയും ചെയ്തു. നീ ഇത് കഴിക്കൂ. ഉപമന്യു കൈകൂപ്പിയിട്ട് പറഞ്ഞു, അശ്വിനി ദേവകളെ എന്നോട് പൊറുക്കണം, ഞാനത് ചെയ്യുകയില്ല.
അവൻ്റെ ഗുരുഭക്തിയിൽ പ്രീതരായ ദേവകൾ അവനെ അനുഗ്രഹിച്ചു. നിനക്ക് കണ്ണ് കാണാറാവും, എല്ലാ ശ്രേയസ്സും നിനക്ക് വരും. ഉപമന്യുവിൻ്റെ കണ്ണുകളിൽ വെളിച്ചം നിറഞ്ഞു. അവൻ കരയ്ക്കു കയറി ഗുരുപാദങ്ങൾ വീണു നമസ്കരിച്ചു. ഗുരു ശിഷ്യനെ തന്നോട് ചേർത്ത് നിർത്തി അനുഗ്രഹിച്ചു. സർവവിദ്യകളും നിന്നിൽ പ്രകാശിക്കും. ശിഷ്യന്മാരുടെ ഗുരുഭക്തി അത്രയും ഉറച്ചതായിരുന്നു. ഇനി വേദൻ എന്ന ശിഷ്യൻ്റെ കഥ നമുക്ക് മറ്റൊരവസരത്തിൽ കേൾക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു കഥയുമായി വരുന്നതുവരെ ബായ്.